അസ്സാം വലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് കാലഘട്ടത്തിൻ്റെ കുത്തുബ് സുൽത്താൻ ഷെയ്ഖ് മുഹമ്മദ് ബാവസ്താദിൻ്റെ ഇരുപതാം ഖിലാഫത്തിൻ്റെ വേളയിലാണ്. ഈ ഒരു വേളയിൽ ഉസ്താദിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ ഒരു പ്രോഗ്രാമിൽ എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുക എന്നുള്ളതാണ്. ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷൻ ഹസീബ് അബ്ദുൽ ലത്തീഫ് സുൽത്താനിയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു പ്രോഗ്രാമിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് PC അബ്ദുൽ ജലീൽ മഹബൂബിയാണ്. അദ്ദേഹത്തെയും ഈ ഒരു വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ പ്രോഗ്രാമിൽ നമ്മോട് നന്ദി പ്രസംഗം നടത്തുന്നത് നിസാം ഗസാലിയാണ്. അദ്ദേഹത്തെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. السلام عليكم ورحمة الله. اللهم صل وسلم وبارك على رسولك سيدنا محمد المصطفى وعلى أمير المؤمنين علي المرتضى وحسن الرضا وحسين الشهيد بكربلاء وفاطمة الزهراء رضي الله تعالى عنها به كان وكان يكون ما يكون. كن يا غوث يا محي الدين أهي قلبي وروحي أبدا كما تحيي الدين يا محي الدين. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. من تبلغ وقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും ഒരുപാട് സംസാരങ്ങൾ കേട്ടു. ഒട്ടും സുഖകരമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കേട്ടു. നമ്മുടെ ഷെയ്ഖിന്റെ ഖിലാഫത്തിന്റെ ഈ ഒരു വാർഷികം നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് ഇതിനെപ്പറ്റി കൃത്യമായ രീതിയിലും വളരെ വ്യക്തമായി കൊണ്ടും തന്നെ കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നിവിടെ ആലുവയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതിനെപ്പറ്റി സംസാരിക്കാനും ഒരു മറുപടി കൊടുക്കാനും ഇൻഷാ അല്ലാഹ്. കാര്യങ്ങൾ സംസാരിക്കുവാനും ബാക്കിയുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങളിലേക്ക് എന്താണ് സംഭവിച്ചതെന്നും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നുവെന്നും ഇനി ഇൻഷാ അല്ലാഹ് എന്തൊക്കെ സംഭവിക്കുമെന്നും വളരെ കൃത്യമായി സംസാരിക്കുവാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് PC ജലീൽ മഹബൂബി അവരുകളെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم وارض عن خليفته في هذا الزمان سلطان محمد باوستاد الروح المتجسد والفرد المتعدد حجة الله في الأقضية وعمدة الله في الأمضية محل نظر الله من خلقه منفذ أحكامه بينهم بصدقه الممد للعالم بروحانيته المفيض عليهم من نور نورانيته من خلقه الله على صورته وأشهده أرواح ملائكته وخصصه في هذا الزمان ليكون للعالمين أمان فهو قطب دائرة الوجود ومحل السمع والشهود فلا تتحرك ذرة في الكون إلا بعلمه ولا تسكن إلا بحكمه لأنه مظهر الحق ومعدن الصدق. اللهم بلغ سلامي إليه اللهم بلغ سلامي إليه وأوقفني بين يديه وأفض علي من مدده واحرسني بيدده وانفخ في من روحه كي أحيا بروحه ولأشهد حقيقتي على التفصيل فأعرف بذلك الكثير والقليل. شيللا شيخ يوسف سلطان شيللا يا قدير الله
ശൈലില്ല മഹബൂബി ബാബ അഇന്നാ യാ സുൽത്താനി ശൈലില്ല ശൈഖ് യൂസുഫ് സുൽത്താൻ ശൈലില്ല യാ ഖദീറല്ലാഹ് ശൈലില്ല മഹബൂബി ബാബ അഇന്നാ യാ സുൽത്താനി ശൈലില്ല ശൈഖ് യൂസുഫ് സുൽത്താൻ ശൈലില്ല യാ ഖദീറല്ലാഹ് ശൈലില്ല മഹബൂബി ബാബ അഇന്നാ യാ സുൽത്താനി. പെരിയാറിന്റെ തീരത്ത് ഖുതുബുൽ-ആലം ഖദീറുല്ലാഹ് ഇസ്മുൽ ആദം സൂഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ മഹാനവറുകളുടെ ജീവിതം കൊണ്ട് ധന്യമായ, മഹാനവരുടെ കാലടിപ്പാടുകൾ ധന്യമായ ഈ ആലുവ ദേശത്ത് നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അവിടുത്തെ ഖലീഫയായ ഷെയ്ഖ് മുഹമ്മദ് ബാവ ഉസ്താദ് മദ്ദല്ലാഹുദില്ലഹുൽ ആലി മഹാനവറുകളെ പരിചയപ്പെടുത്തുന്നതിനും അവിടുത്തെ മദ്ഹ് പറയുന്നതിനും അതോടൊപ്പം ഓരോ കാലഘട്ടത്തിലും ഇത്തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾക്ക്, പ്രവാചകന്മാർക്കും മഹത്തുക്കൾക്കുമെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾക്ക് അതിനോടുള്ള പ്രതികരണം നടത്തലുമാണ് നമ്മുടെ ഉദ്ദേശം. ഖുതുബുസ്സമാൻ ഖദീറുല്ലാഹ് മഹാനവറുകളുടെ ഒരു ചര്യയായിരുന്നു അത്. എവിടെ, ഏത് അവസ്ഥയിൽ ആര് തന്നെ വിമർശിച്ചാലും, അത് സിൽസിലയുടെ ആളുകളാണെങ്കിൽ പോലും കൃത്യമായ രീതിയിൽ മറുപടി കൊടുക്കുകയും മറുപടി പറയുകയും ചെയ്യുക എന്നുള്ളത് അവിടുത്തെ ഒരു സുന്നത്താണ്, ചര്യയാണ്. ആ ചര്യ പാലിക്കുന്നതിന്റെ ഭാഗമായാണ് മിനിയാന്ന് നടന്ന ഒരു പരിപാടി, വളാഞ്ചേരിയിൽ നടന്ന ഒരു പരിപാടിയോട് പ്രതികരണമായി കൊണ്ട് ഇന്നലെ വൈകിട്ട് നമ്മൾ തീരുമാനിച്ചതനുസരിച്ചാണ് ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇതറിയിക്കേണ്ട പല ആളുകളെയും നമുക്ക് അറിയിക്കാനും സമയത്തിന്റെ ചുരുക്കം കൊണ്ട് സാധിച്ചില്ല. ഞാൻ ക്ഷമാപണം നടത്തുന്നു. അതോടൊപ്പം ഇവിടെ തന്നെയുള്ള നമ്മൾ നായിബിയൻസ് എന്നൊക്കെ പറയുന്ന ആളുകൾ, അവർക്ക് പലപ്പോഴും അവർക്കും വിവരം കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ അവര് കറാമത്ത് ഉപയോഗിച്ച് മഴയൊക്കെ തടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പതിവുള്ളത് കൊണ്ട്, എല്ലാ കറാമത്തുകളും ഉള്ളത് കൊണ്ട് അവര് കറാമത്ത് മുഖേന ഈ വിവരം അറിഞ്ഞോളും എന്ന് കരുതിക്കൊണ്ടാണ് അത് പുറത്ത് നമുക്ക് കൂടുതൽ പ്രചരണം നടത്താൻ സമയം കിട്ടാതിരുന്നത്. അപ്പോ നമ്മുടെ ഈ ഒരുമിച്ച് കൂടിയ ഈ സന്ദർഭത്തിൽ നമുക്കറിയാം, ഓരോ കാലഘട്ടത്തിലും വന്നുപോയിക്കൊണ്ടിരിക്കുന്ന മഹത്തുക്കളായ സൂഫി വര്യന്മാരെ, അവരുടെ മഹിതമായ പാത അതേപടി പിന്തുടരാൻ ആ കാലഘട്ടത്തിലെ, ഓരോ കാലഘട്ടത്തിലെ ഇമാമിൽ നിന്നാണ് നമ്മൾ ഈ പരിശുദ്ധമാക്കപ്പെട്ട ദീനിലേക്ക് അതത് കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഇമാമുകളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ആ ദൗത്യവുമായി മുന്നോട്ട് വന്ന ബഹുമാനപ്പെട്ട സുൽത്താൻ സയ്യിദ് മുഹമ്മദ് ബാവ ഉസ്താദ് മഹാനവറുകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് മഹാനവറുകളെ കുറിച്ച് വന്ന വിമർശനങ്ങൾ നമുക്കറിയാം. നമുക്ക് രണ്ട് രീതിയിൽ മറുപടി പറയാം. ഒന്ന്, അവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹത്തുക്കൾ ചെയ്തിരുന്നത് പോലെ അവിടുത്തെ മദ്ഹ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്രതിരോധം തീർക്കാം. അതുപോലെ അതോടൊപ്പം തന്നെ മറ്റൊരു രീതിയാണ്, ഇങ്ങോട്ട് കടക്കുന്ന പ്രതികരണങ്ങൾക്ക് തിരിച്ചതേ ഭാഷയിൽ, തിരിച്ചതേ രീതിയിൽ മറുപടി കൊടുക്കുക എന്നുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്കാരവും ഖുതുബുസ്സമാൻ ഖദീറുല്ലാഹി മഹാനവറുകൾ നമുക്ക് കാണിച്ചു തന്ന സംസ്കാരവും അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ഈ ദൗത്യം നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ ഇന്ന് ഏതെങ്കിലും സംഘടനകളുടെയോ ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ പേരിലല്ല നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. കാരണം ഇത് ഏതെങ്കിലും ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുമ്പോൾ സ്ഥാപനങ്ങളുടെയോ സംവിധാനങ്ങളുടെയോ ഒക്കെ പേരിലാണ് സാധാരണഗതിയിൽ നടക്കാറുള്ളത്. പക്ഷേ അതിന് നമുക്ക് സമയം അനുവദിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ പരിപാടിയെ നമ്മൾ ഈ രൂപത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അപ്പം നമുക്കറിയാം ആരാണ് ഈ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന
ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് ബാവ ഉസ്താദ്, ഞാൻ ഈ പ്രഭാഷണം ബഹുമാനപ്പെട്ട ഖദീറുല്ലാഹി ഇസ്മുൽ സൂഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ മഹാനവർകളുടെ ഒരു ദൗത്യമായി, മഹാനവർകൾ നിർവഹിക്കുന്ന ഒരു ദൗത്യമായി അള്ളാഹുവിലേക്ക്, മഹാനവർകളിലേക്ക് ഹദിയ ചെയ്തുകൊണ്ട് ഈ ദൗത്യം നിർവഹിക്കുന്നു. നമുക്കറിയാം ആരാണ് ഖുതുബുസ്സമാൻ ഖദീറുല്ലാഹിയോടൊപ്പം 3 പതിറ്റാണ്ടോളം ജീവിച്ച് ഇപ്പോഴും നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് ബാവ ഉസ്താദ്. വിശ്വപ്രശസ്തമായ 20-ലേറെ സൂഫി സിൽസിലകളുടെ ഉത്തരാധികാരിയായി സമകാലിക ലോകത്തിന്റെ ആധ്യാത്മിക വിഹായസിനെ പ്രോജ്വലിപ്പിക്കുന്ന ഖിലാഫത്തിന്റെ മഹനീയതയാണ് ഷെയ്ഖ് മുഹമ്മദ് ബാവ ഉസ്താദ്. ലോകചരിത്രത്തിന് പ്രപഞ്ച ലോകങ്ങൾക്കപ്പുറം ദിവ്യസന്നിധാനത്തിലേക്ക് വഴികാട്ടിയ മഹാസുൽത്താൻമാരുടെ ആത്മാക്കളുടെ കൂട്ടായ്മയായ സുൽത്താനിയ പ്രസ്ഥാനത്തിന്റെ ഇക്കാലഘട്ടത്തിൽ അമരത്വം വഹിക്കുന്ന വിശ്വാചാര്യനാണ് സുൽത്താൻ മുഹമ്മദ് ബാവ ഉസ്താദ്. ആത്മജ്ഞാനങ്ങൾ കൊണ്ട് ശിഷ്യ സമൂഹത്തെ നിരന്തരം അത്യുന്നതങ്ങളിലേക്ക് ആത്മചിറകുകൾ വിരിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്ന സൂഫി ചരിത്രത്തിൽ നിസ്തുലമായ പുതിയൊരു വഴിത്താര വെട്ടിത്തെളിയിച്ച ജ്ഞാനപാരാവാരമാണ് ഖുതുബ് മുഹമ്മദ് ബാവ ഉസ്താദ്. വിശുദ്ധ കലിമയുടെ സാക്ഷിത്വം അന്ത്യപ്രവാചകത്വത്തിൽ നിന്ന് കടന്നു വരുന്ന ഗുരുപരമ്പരയിലൂടെ പകരുന്ന ഷാഹിദ് മഷ്ഹൂദാണ് മുഹമ്മദ് ബാവ ഉസ്താദ്. ആത്മജ്ഞാനത്തിന്റെ സ്വർലോകങ്ങളിലേക്ക് ആത്മാന്വേഷ്യ ചിറകിലേറ്റുയരുന്ന ബാസുൽ അഷ്ഹബ് അൽ ആരിഫ് മുഹമ്മദ് ബാവ ഉസ്താദ്. ലോകരാജ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ സൂഫി മജ്ലിസുകളുടെ അധ്യാത്മാന്വേഷകർക്ക് വഴികാട്ടിയായ വലിയുൻ മുർഷിദാണ് മുഹമ്മദ് ബാവ ഉസ്താദ്. ബാലവിയ ആലുൻ നബി തുടർച്ചകളെ ജമലുല്ലൈലി ജമാലിയത്ത് കൊണ്ട് വിശ്വമാകെ പ്രകാശിപ്പിച്ച സയ്യിദാണ് മുഹമ്മദ് ബാവ ഉസ്താദ്. ആത്മീയ യാത്രയിൽ ആലംബങ്ങളില്ലാതായ പാപങ്ങളെ അതിശക്തമായ പ്രാർത്ഥനയുടെ കരങ്ങൾ കൊണ്ട് സഹായഹർഷനവുമായി സാന്ത്വനിപ്പിച്ച അൽ ഗൗസ് മുഹമ്മദ് ബാവ ഉസ്താദ്. കുത്തുബുകൾക്കും ഗൗസുകൾക്കും മീതെ സർവശക്തന്റെ പ്രത്യേകക്കാരായി വിലസുന്ന ഫക്കീറുമാരുടെ സുൽത്താനിയ ഖലീഫത്തുൽ ഫുഖറ ഫക്കീർ മുഹമ്മദ് ബാവ ഉസ്താദ്. കുത്തുബ് നൂറുല്ലാഹി തആല യാ ബാബ മുഹിയുദ്ദീൻ അൽ മദദ് അൽ മദദ് അൽ മദദ്. നൂറുല്ലാഹി തആല യാ ബാബ മുഹിയുദ്ദീൻ അൽ മദദ് അൽ മദദ് അൽ മദദ്. നൂറുല്ലാഹി തആല യാ ബാബ മുഹിയുദ്ദീൻ അൽ മദദ് അൽ മദദ് അൽ മദദ്. നമുക്കറിയാം മലപ്പുറം ജില്ലയിലെ വെണ്ടല്ലൂരിൽ, വളാഞ്ചേരിക്കടുത്ത വെണ്ടല്ലൂരിൽ 1957 ജനിച്ച ഉസ്താദ് 8-ാം വയസ്സു മുതൽ ഷെയ്ഖ് മുഹമ്മദ് അൽബാ സയ്യിദ് ബഷീർ തങ്ങളുടെ സൂഫി മാർഗത്തിൽ ശിഷ്യനായും കളരിയഭ്യാസത്തിലും പാരമ്പര്യ വൈദ്യമേഖലയിലും പരിശീലനം നേടിയുമാണ് ചെറുപ്പത്തിൽ വളർന്നത്. സിലോണിലെ ആദം മലയിൽ പതിറ്റാണ്ടുകളുടെ ധ്യാനം കൊണ്ട് വളർന്ന ആത്മജ്ഞാനത്തിന്റെ രാജകിളിയായ അൽബാസ് തങ്ങളാണ് ഉസ്താദിന് കശ്ഫിന്റെയും മഅരിഫത്തിന്റെയും വാതായനങ്ങൾ ബാല്യകാലത്ത് തന്നെ, കൗമാരത്തിനു മുമ്പേ തന്നെ തുറന്നു കൊടുത്തത്. സൂഫികളിൽ പ്രവാചകത്വത്തിന്റെ ആന്തരിക തുടർച്ചയെ വിലായത്തിന് സമ്മാനിക്കുന്നത് റൂഹിന്റെ കാഴ്ചകൾ. റൂഹിന്റെ കാഴ്ചകൾ അൽബാസ് തങ്ങളിൽ നിന്ന് പ്രായപൂർത്തിയാവുന്ന ഘട്ടത്തിനു മുമ്പേ ഈ മാർഗങ്ങളിലേക്ക് പ്രവേശിക്കാനായത് ഉസ്താദിന്റെ കുട്ടിക്കാല വളർച്ചയെ അത്ഭുതകരമായ യാഥാർത്ഥ്യമാക്കി തീർന്നു. നിരവധി ഗുരുക്കന്മാർ അൽബാസ് തങ്ങൾക്ക് ശേഷം ഉസ്താദിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയി. വിവിധ സൂഫി സിൽസിലകളുടെ 24ഓളം സൂഫി സിൽസിലകളുടെ ഖിലാഫത്തിൽ കണ്ട് ഗുരുക്കന്മാർ ഉസ്താദിനെ സമ്പന്നമാക്കിയിട്ടുണ്ട്. കൗമാരകാലത്തിൽ നിന്ന് യുവത്വകാലത്തിലേക്ക് കടന്നപ്പോഴും ഗുരുത്വത്തിന്റെ പ്രകാശ സ്തംഭമായി കണ്ടാണ് ഉസ്താദ് ആ കാലഘട്ടത്തിലെ മാറിക്കഴിഞ്ഞു. യുവത്വത്തിന്റെ ഈ ആരംഭ കാലഘട്ടങ്ങളിൽ തന്നെ മറ്റൊരു മഹാഗുരു ഉസ്താദിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു. ആത്മീയാഭ്യാസനങ്ങളുടെ ഉൾക്കരുത്തിന്റെ മഹാപ്രതീകമായ ഈയാട് സയ്യിദ് മുഹമ്മദ് പൂക്കോയത്തങ്ങൾ മഹാനവർ സൂഫി ജീവിതത്തിന്റെ പുതിയൊരു ഘട്ടം ഈ സമ്പർക്കം ഉസ്താദിന് സമ്മാനിച്ചു. അവർ വിടവാങ്ങും മുമ്പേ സൂഫി ആത്മീയ അന്വേഷണത്തിന്റെ പാരമ്യത്തിലെ മാർഗത്തിനായി ഒരാളെ ഉസ്താദിനെ നിയോഗിച്ചിട്ടുണ്ടെന്ന് അവിടുന്ന് പറയുമായിരുന്നു. അത് തൗഹീദിന്റെ
വിശുദ്ധ കലിമയുടെ സാക്ഷിത്വത്തിന്റെ ആദിമ കരാറിന്റെ മാർഗമായി വാടിയിലെ സയ്യിദ് മുഹമ്മദ് ബാദ്ഷാ ഖദീറുല്ലാഹിയിലൂടെ സയ്യിദ് മുഹമ്മദ് മദാർ ഷാ ഖാദിരിയിലൂടെ കടന്നു വന്ന സൂഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ എന്ന ഖുതുബുൽ ആലം ഖദീറുല്ലാഹിയെ കണ്ടുമുട്ടുന്നതോടെ ഉസ്താദിന്റെ വളർച്ച പൂർത്തിയാവുകയാണ്. ഈ ഗുരുപാരമ്യത്തിന്റെ ഖിലാഫത്തിൽ 2002 ഈ ആലുവയിൽ നമ്മൾ ഇന്ന് നിലകൊള്ളുന്ന ഈ ആലുവ നഗരത്തിനോട് ചേർന്ന തോട്ടുമുഖത്ത് വെച്ച് കണ്ടാണ് ഉസ്താദിന് ഖിലാഫത്ത് നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചത്. അത് ഇന്നത്തേക്ക് 20 വർഷമായി. 2006 ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ഉസ്താദിന്റെ ശിഷ്യഗണങ്ങൾക്ക് മെഹബൂബി ബിരുദം നൽകി ഖാജാ നിസാമുദ്ദീൻ ഔലിയ മഹാനവറുകളുടെ സാന്നിധ്യത്തിൽ നിന്ന് ഷെയ്ഖ് യൂസുഫ് സുൽത്താനും മഹാനവറുകളും ഷെയ്ഖ് മുഹമ്മദ് ബാബ ഉസ്താദിനെയും ഓണററി മെഹബൂബി ബിരുദം നൽകിയും അവിടുത്തെ പ്രമുഖരൊക്കെ ആദരിക്കുകയുണ്ടായി. 3 പതിറ്റാണ്ടിലേറെ ആത്മീയ സമ്പന്നതയുടെ അധികാനായ സുൽഖത്താൻ ഖദീറുല്ലാഹിക്ക് സർവവും സമർപ്പിച്ച് സേവനമനുഷ്ഠിക്കാനായതാണ് ഉസ്താദിന്റെ ആത്മീയ പൂർണ്ണതയെ വാർത്തെടുക്കുന്ന ഏറ്റവും വലിയ കരുത്ത്. ആത്മജ്ഞാനത്തിന്റെയും ശിഷ്യലോകത്തിന്റെയും വഴിനടത്തിലിന്റെയും പരിശീലന കളരികളിൽ ഉസ്താദ് ലോകർക്കൊരു ദൈവീക കവാടമായി മാറി. സുൽത്താനീയത്തിന്റെ സിംഹാസന സന്നിധിയിൽ നിത്യപ്രകാശ നക്ഷത്രമായി മാറി. മതപണ്ഡിതരും സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ അനവധി പേരും ഉസ്താദിലൂടെ സമ്പൂർണതയുടെ ആത്മീയ വഴികളിലേക്ക് കടന്നു. ഭൂമിയിലെ സ്വർഗഭൂമി എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ച സൂഫി മജ്ലിസുകൾ ഉസ്താദിന്റെ ആത്മീയ ഭരണത്തിന്റെ, ഈ ലോകത്തിന്റെ തന്നെ ആത്മീയ ഭരണത്തിന്റെ കേന്ദ്രമായിരുന്നു ഉസ്താദ്. വാരാന്ത്യത്തിലും മറ്റുമായി നിരന്തരം നടത്തി വരുന്ന ദിക്ർ ദുആ മജ്ലിസുകൾ ഉസ്താദ് ആത്മജ്ഞാനത്തിന്റെ പകർച്ച കൊണ്ട് ഇരട്ട സ്വർലോകമാക്കി തീർത്തു. മജ്ലിസുകൾ ഇന്ന് വിദേശ രാജ്യങ്ങളിലും രാജ്യത്തിനകത്ത് മറ്റു സംസ്ഥാനങ്ങളിലും ഒക്കെ വ്യാപിപ്പിച്ചുകൊണ്ടാണ് ഉസ്താദ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അധ്യാത്മ ലോകത്ത് നിന്നുള്ള ദൈവിക ഭരണത്തിന്റെ നിയന്ത്രണം കൂടിയാണ് ഉസ്താദിന് ഇന്ന് നടത്തി വരുന്ന എല്ലാ മജ്ലിസുകളും എന്ന് നാം ഓർക്കണം. നവമാധ്യമങ്ങളിലൂടെയും ഗ്രന്ഥങ്ങളിലൂടെയും ഉസ്താദിന്റെ ആത്മീയ വഴിത്താര പ്രചരിപ്പിച്ചുകൊണ്ട് സുൽത്താനിയ ഫൗണ്ടേഷനും നിലകൊള്ളും. ആയിരക്കണക്കിന് അധ്യാത്മദാഹികളാണ് ഉസ്താദിന്റെ മാർഗങ്ങളിലേക്കും ഉസ്താദിന്റെ സാമീപ്യത്തിലേക്കുമായിട്ട് ലോകമകിലം കടന്നു വരുന്നത്. സൂഫി അധ്യാത്മപാതയിലെ ഉഡ്ഡയനത്തിന്റെ ഒരു പരകോടിയാണ് ഈ സുൽത്താനിയത്ത് എന്ന് പറയുന്ന മഹത്തായ മാർഗം. ആ സുൽത്താനിയത്തിൻ്റെതായ രൂപഘടന കൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി അതിന് വ്യക്തമായ രൂപഘടന പകർന്ന മഹാത്മാവാണ് ഷെയ്ഖ് മുഹമ്മദ് ബാബ ഉസ്താദ്. മെഹബൂബിയത്തിന്റെ ഇഷ്കിന്റെ നിറവിൽ, മഅരിഫത്തിന്റെ സമ്പൂർണതയിൽ സുൽത്താനിയത്തിനെ അണ്ടകടാഹങ്ങളിലെല്ലാം നയിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു രാജകിളിയാണ് ഷെയ്ഖ് മുഹമ്മദ് ബാബ ഉസ്താദ്. നമുക്ക് ഇന്ന് നമ്മൾ പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയത് പലതരത്തിലുള്ള വിമർശനങ്ങൾ, പലതരത്തിലുള്ള എതിർപ്പുകൾ ഇത്തരമൊരു ആളുകൾ ഉയർത്തിവിട്ട ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്. സാന്ദർഭികമായി അതിനുകൂടി മറുപടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പ്രഭാഷണം ചുരുക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം നടന്ന പരിപാടിയിൽ, വളാഞ്ചേരിയിൽ നടന്ന പരിപാടിയിൽ 6 7 8 ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും കൂടി ഓരോരുത്തരുടെയും പേരെടുത്തും ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് മറുപടി പറയുന്നില്ല. മറിച്ച് എല്ലാവർക്കും ഓരോരുത്തരുടെയും പേര് പറയാതെ എല്ലാവരും പറഞ്ഞുപോയ കാര്യങ്ങളിൽ പൊതുവായി എന്താണ് അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞത് അത് മാത്രം അഡ്രസ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും കൂടി ഒറ്റ മറുപടിയാണ്. ഇവര് ബിസ്മിയും ഹംദും സലാത്തും ചൊല്ലി തുടങ്ങുന്ന ഷെയ്ഖുനായുടെ ഖുതുബുസ്സമാൻ മഹാനവറുകളുടെ രീതി തന്നെ മൊത്തം മാറ്റി. ഇപ്പോ ഇവര് തുടങ്ങുന്നത് വലിയ ഖലീഫമാരും എല്ലാരും തുടങ്ങിയിരിക്കുന്നത് മുറാദിയ 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 ഖദീറല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ടാണ്. ആരാണ് നിങ്ങൾക്ക് ഈ ഖദീറുല്ലാ എന്നുള്ള പേര് പഠിപ്പിച്ചത്? ഇപ്പൊ എല്ലാരും വിളിക്കുന്നുണ്ട്, ഈ ഇസ്മൻ എല്ലാരും വിളിക്കണം ഖദീറുല്ലാ. ആരാണ് ഈ ഖദീറുല്ലാ എന്ന് പഠിപ്പിച്ചത്? ഏതെങ്കിലും സൂഫി ഗ്രന്ഥങ്ങളിൽ ഔസുല്ലാദം കുതുബുൽ അക്താബ് എന്നൊക്കെ പറയുന്ന പോലെ ഖദീറുല്ലാ എന്ന് പറഞ്ഞിട്ട് ഒരു പേരുണ്ടോ? സയ്യിദ് മുഹമ്മദ് ബാദ്ഷാ പാപ്പ അവിടുത്തെ
തൂലികാനാമമായി ഇങ്ങനെ ഒരു നാമം സ്വീകരിച്ചു എന്ന് അവിടുത്തെ ഗുൽസാറെ കദീറിൽ പറഞ്ഞിട്ടുണ്ട്. വേറെ എവിടെ തെളിവുള്ളത്? എന്നാൽ ഈ നാമം നിങ്ങൾക്ക് പഠിപ്പിച്ചത് ഈ ഒരു മഹത്തായ സ്ഥാനമുണ്ടെന്നും ആത്മീയ സ്ഥാനമുണ്ടെന്നും ആ ആത്മീയ സ്ഥാനത്തിന്റെ ഉടമയാണെന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചത് ഷെയ്ഖ് മുഹമ്മദ് ബാബ ഉസ്താദ് മഹാനവറുകളല്ലേ? ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും? മഹാനവറുകൾ പറഞ്ഞത് അവിടുത്തെ ശിഷ്യഗണങ്ങൾ ഷെയ്ഖുനായെ കുറിച്ച് വായ്ത്തുപാട്ടുകളാക്കി പാടിയപ്പോ അതിൽ നിന്ന് നിങ്ങൾ എടുത്തുപയോഗിച്ച ഒരു നാമമല്ലാതെ മറ്റെന്താണ്? എന്നിട്ടും ആ നാമം ആരാണോ നിങ്ങൾക്ക് തന്നത് അവരെ മേൽ കുതിര കയറാനാണ് നിങ്ങൾ രംഗത്തിറങ്ങിയത്. ഇപ്പോ പരിപാടിയിൽ മൊത്തം നായിബിനാണ് സലാത്ത്, നായിബിനാണ് സലാത്ത്. പ്രസംഗിക്കുമ്പോ ഔസുല്ലപ്പാപ്പന്റെ പേര് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അല്ലെങ്കിൽ അജ്മീർ ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി ഖദ്ദസല്ലാഹു സിറഹു, മഹാനവറുകളുടെ പേര് അവര് ഷെയ്ഖുന ഖുതുബുസ്സമാൻ മഹാനവറുകൾ പറയുമ്പോൾ അവിടുന്ന് എന്തായിരുന്നു ചൊല്ലിയിരുന്നത്? അവരും സലാത്തായിരുന്നു ചൊല്ലിയിരുന്നത്. സലാത്തിലിടയിരുന്ന ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. കാരണം ഞാന് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ നിങ്ങള് മൂപ്പര പേരിൽ ഒരു സലാത്തിൽ നായിബിന്റെ പേരിൽ ഒരു സലാത്തിൽ ഉണ്ടെങ്കിൽ ഞാനിവിടെ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാലും അള്ളാഹു എന്റെ മേൽ 10 സലാത്തിലും. ആരായിരുന്നു? അള്ളാഹു എനിക്ക് 10 സലാത്തിലും. പിന്നെ ഇപ്പൊ ആർക്കെ പേരും നമുക്ക് സലാത്തില്ലൂ. പക്ഷെ സലാത്തൊക്കെ ചൊല്ലിയിട്ട് ഇയാൾ സലാത്ത് ചെല്ലാൻ മാത്രം ഉന്നതനാണെന്ന് പേടിപ്പിക്കാനൊന്നും ആരും നോക്കണ്ട. മഹാനവറുകളുടെ വഫാത്തിന് ശേഷം യോഗം കൂടി നിസുവിനെ നേതാവായി തെരഞ്ഞെടുത്തിട്ട് പിന്നെ എന്തേ കൈയൊഴിഞ്ഞു എന്നാണ് ചിലരുടെ ചോദ്യം. തെരഞ്ഞെടുത്തത് എന്താണ്? മഹാനവറുകൾ ഇവിടുന്ന് വിട്ടുപോയപ്പോ തെരഞ്ഞെടുത്തത് ആരെയാണ്? ഖലീഫമാർക്ക് ഒരു നേതാവിനെയാണ് തെരഞ്ഞെടുത്തത്. കാരണം അത് തെരഞ്ഞെടുക്കേണ്ട സാഹചര്യം എന്താണ്? മഹാനവറുകൾ അങ്ങനെ ഒരാളെ പ്രഖ്യാപിച്ചിട്ടില്ല. ആ പ്രഖ്യാപിക്കാത്തത് കൊണ്ടാണ് തെരഞ്ഞെടുക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ തെരഞ്ഞെടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ അവിടെ കിടത്തിക്കൊണ്ട് മുഹാജിറുകളും അൻസാറുകളും തമ്മിൽ പ്രശ്നങ്ങളായി. ഈ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചുകൊണ്ടാണ് ജനങ്ങൾ ആണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുത്തത്. എന്നാൽ അതിന്റെ മുമ്പ് ഹജ്ജത്തുൽ വിദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിടവാങ്ങൽ പ്രസംഗം കഴിഞ്ഞുകൊണ്ട് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബല്ലിഗ് മാ ഉൻസില ഇലൈക എന്ന് താക്കീത് ചെയ്തപ്പോൾ ആ താക്കീദിന്റെ പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗദീർ ഹുമ്മിൽ വെച്ച് മൻ കുന്തു മൗലാഹു ഫഅലിയുൻ മൗലാഹു എന്നൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ആ പ്രഖ്യാപനം നടത്തപ്പെട്ട ആരാണ് ഈ മാർഗത്തിൽ ഖലീഫമാരായിട്ടുള്ളത് എന്നാണ് നമ്മുടെ ചോദ്യം. നിങ്ങൾ തെരഞ്ഞെടുത്തത് അല്ലേ? അതിനുശേഷം ഇങ്ങനെ പലതരത്തിലുള്ള ഖലീഫമാർ ഓരോ കാലഘട്ടത്തിലും തെരഞ്ഞെടുക്കപ്പെട്ടത് ഈ അധികാര കസേരയിലേക്ക് ആളുകൾ തെരഞ്ഞെടുക്കപ്പെട്ടത് ചിലപ്പോൾ 6 ആൾക്കാരെ നിയമിച്ചിട്ടും ചിലപ്പം ജനങ്ങള് കുറച്ച് ആൾക്കാർ തീരുമാനിച്ചനുസരിച്ച് അവർ ബയ്യത്ത് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയപരമായിട്ടുള്ള അതായത് അമീറുൽ മുഅ്മിനീൻ എന്നുള്ള ദൗത്യമുള്ള ഈ ഖിലാഫത്ത് കൊടുത്തുള്ളൂ. അത് ആളുകൾ തെരഞ്ഞെടുക്കുന്ന. അപ്പോ അതിനുശേഷം നമുക്കറിയാം അത് ഇമാം ഹസൻ റളിയല്ലാഹുവിന് എത്തുമ്പോൾ ഇമാം ഹസൻ റളിയല്ലാഹുവിന് ഈ ഖിലാഫത്ത് കൊണ്ടുപോയിട്ട് ഖിലാഫത്ത് സഹിക്കവയ്യാതെ അമീർ മുആവിയ എന്നവരുടെ കൈ കൊടുത്തു. അമീർ മുആവിയ പോയപ്പോ അദ്ദേഹം നിശ്ചയിച്ചത് ആരെ? അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശേഷം തെരഞ്ഞെടുക്കപ്പെട്ടത് ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. അമീറുൽ മുഅ്മിനീൻ എന്ന സ്ഥാനപ്പേരും പറഞ്ഞിട്ടാണ് നടന്നത്. ആര്? യസീദ് ബിൻ മുആവിയ. അപ്പോ ആ യസീദ് ബിൻ മുആവിയയുടെ പാരമ്പര്യമാണോ നിങ്ങൾ അവകാശപ്പെടുന്നത്? അങ്ങനെയെങ്കിൽ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയുടെ രക്തം, ആ രക്തത്തിലൂടെ സഞ്ചരിക്കുന്നവരും ഒരിക്കലും നിങ്ങളുടെ ഈ ധാർഷ്ട്യപൂർണമായ ഖിലാഫത്തിന് ഒരിക്കലും ഭയങ്ങാൻ പോകുന്നില്ല. പിന്നെന്താണ് ചോദ്യം? കാരണം ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ ശരീരം പിച്ചി ചീന്തി ശിരസ് കുന്തത്തിൽ നാട്ടി 40 ദിവസത്തോളം സഞ്ചരിക്കുന്ന അവസ്ഥയുണ്ടായപ്പോഴും യദുല്ലാഹി ഫൗഖ ഐദിഹിം, അവരുടെ കരങ്ങൾക്ക് മേൽ
അള്ളാഹുവിന്റെ കരമാണെന്ന് പറഞ്ഞ ആ ബൈഅത്തിന്റെ കരം അതൊരിക്കലും യസീദിന് വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. ആ യസീദിന് ഒരിക്കലും ഈ ദൗത്യത്തിന്റെ, ഈ കരങ്ങളുടെ, ഈ പരിശുദ്ധമാക്കപ്പെട്ട തൗഹീദിന്റെ സിൽസിലയുടെ കരങ്ങളുടെ മാർഗവും വിട്ടുകൊടുക്കുന്നില്ല. അതേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ്, ഷെയ്ഖിന്റെ മകനല്ലേ ഷെയ്ഖിന്റെ ശേഷം കിട്ടേണ്ടത്? ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലികും വലാകിൻ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യീൻ. ഒരാളുടെയും ബാപ്പയും ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് എന്ന് പറയുന്നത് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലാണ്, അല്ലാതെ മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തിയല്ല. ആ വ്യക്തി അബ്ദുൽ മുത്തലിബിന്റെ മകനായി വന്നു. എന്നാൽ അതല്ല, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഉലുൽ അസ്മുകളിൽപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും കൻആൻ പിറന്നിട്ടുണ്ടെങ്കിൽ മക്കളുടെ പേരിൽ അധികാരം മക്കളുടെ പേരിൽ ഈ അധികാരം പോകുന്ന ചരിത്രം ഈ രീതിക്കില്ല. കാരണം ഈ നൂഹ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച്, മകനെ കുറിച്ച് തന്നെ ഖുർആൻ പറഞ്ഞത് ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. എപ്പോഴെങ്കിലും ഈ പരിശുദ്ധമാക്കപ്പെട്ട തൗഹീദിന്റെ ധാരയിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയാണെങ്കിൽ, അതിന്റെ ശരീഅത്തിൽ നിന്നും അതിന്റെ ഹഖീഖത്തിൽ നിന്നും വ്യതിചലിച്ചു പോവുകയാണെങ്കിൽ അവരെ പിടിച്ചുകെട്ടൽ യഥാർത്ഥമായ ഹക്കിന്റെ അഹ്ലുകാർക്ക് നിർബന്ധ ബാധ്യതയാണ്. പിന്നെ ചോദ്യം എന്താണ്? മഹാന് ഖിലാഫത്ത് കൊടുത്തതല്ലേ? ഖുതുബുസ്സമാൻ മഹാനവർകൾ വാടാനപ്പള്ളിയിൽ ഒരാൾക്കും ഖിലാഫത്ത് കൊടുത്തിട്ടുണ്ട്, എടരിക്കോട് വേറെ ആൾക്ക് ഖിലാഫത്ത് കൊടുത്തിട്ടുണ്ട്, കക്കാട്ടും പെരുമ്പാവൂരിലുമുള്ള ആളുകൾക്കും ഖിലാഫത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഖിലാഫത്തൊക്കെ എന്തേ സംഭവിച്ചേ? ആ ഖിലാഫത്തിനൊക്കെ എന്ത് സംഭവിച്ചു? മഹാനവർകൾ തന്നെ തള്ളി പറഞ്ഞില്ലേ ജീവിതകാലത്ത്. അപ്പം ഖിലാഫത്ത് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അധികാരം പറഞ്ഞ ആരും വരേണ്ടതില്ല. കാരണം വഫാത്ത് ജീവിതകാലത്ത് തന്നെ, ഖുതുബുസ്സമാന്റെ ജീവിതകാലത്ത് തന്നെ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വഫാത്തിന് ശേഷവും ഖലീഫമാർ വഹിച്ചു പോകുന്നത് സംഭവിക്കാം. അങ്ങനെയാണെങ്കിൽ അപ്പം ആർക്കാണ് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ അധികാരം? അത് ആ ഉമ്മത്തിലെ പ്രധാനികളായ ആളുകൾക്കും ഉമ്മത്തിലെ മുൻഗണനയുള്ള ആളുകൾക്കും അതുപോലെ കശ്ഫിന്റെ അഹിലുകാരായിരിക്കും. അപ്പോൾ ഹക്കിന്റെ അഹിലുകാർ, ആ കശ്ഫിന്റെ അഹിലുകാർക്കും ആ ദൗത്യമുണ്ട്, തെറ്റിനെ തിരുത്താനും തെറ്റിനെതിരെ പ്രതികരിക്കാനും ശരിയായ പാത ഇതാണെന്ന് കാണിക്കാനും നിങ്ങളെപ്പോലും സത്യത്തിലേക്കും കർമ്മവിശുദ്ധിയിലേക്കും നയിക്കാനുള്ള ബാധ്യതപ്പെട്ടവരാണ് സുൽത്താൻ സയ്യിദ് മുഹമ്മദ് ബാവ ഉസ്താദിനെ പോലുള്ള ആളുകൾ. ഇതിന്റെ ശേഷം ഒരു നായിബ് ഉണ്ടാവുന്ന മഹാനവർകൾ എവിടെയും പറഞ്ഞിട്ടുണ്ടോ? ഖുതുബുസ്സമാൻ മഹാനവർകൾ എവിടെയെങ്കിലും ഇതിന്റെ ശേഷം നായിബ ഉണ്ടാവാന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നൂറുകണക്കിന് ഖുതുബുസ്സമാൻ മഹാനവർകളുടെ പ്രഭാഷണങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കേൾക്കാമല്ലോ. എവിടെങ്കിലും ഒരു സിംഗിൾ പോയിന്റ് എടുത്തു വാ, ഏതെങ്കിലും ഒരു സിംഗിൾ പോയിന്റ് ഖുതുബുസ്സമാൻ എന്റെ ശേഷം എന്റെ മകനാണെന്ന് അധികാരം മുഴുവൻ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു. അപ്പം ശൈഖുനായുടെ അടുത്ത് 15ഓളം വർഷം അവിടുത്തെ യാത്രകളിലായിട്ടും അവിടുത്തോടൊപ്പമുള്ള ചർച്ചകളായിട്ടും അവിടുത്തെ വീട്ടിലായിട്ടും അവിടുത്തെ ജീവചരിത്രം മുഴുവൻ അവിടുന്ന് പറഞ്ഞു തരുന്നതനുസരിച്ച് ക്രോഡീകരിച്ചും കൊണ്ട് നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കും അറിയാം എന്തൊക്കെയാണ് കുറച്ചൊക്കെ പറഞ്ഞത്. അത്യാവശ്യം എന്തെങ്കിലും അത്രമാത്രം പ്രസക്തമായ ഒരു കാര്യമാണ് ഇതിന് ശേഷമുള്ള ദൗത്യത്തിന്റെ വാഹകൻ ആരാണെന്ന് നമ്മളോടും ഒന്ന് പറയാൻ സാധ്യത ഉണ്ടായിരുന്നു. ഒരിക്കലും അത് സംഭവിച്ചിട്ടില്ല. അപ്പം ഇനി നിങ്ങൾക്ക് ചിലപ്പോ അയാൾ നായിബായി നിങ്ങളോട് ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോ അങ്ങനെ അവകാശപ്പെടുകയാണെങ്കിൽ, അങ്ങനെ നിങ്ങൾ പല രീതിയിൽ പല കള്ളത്തരങ്ങളുടെ പേരും അവകാശപ്പെടുന്നവരുണ്ട്. അങ്ങനെ ഷെയ്ഖുന പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമുള്ള നായിബാണ്, നിങ്ങൾക്ക് മാത്രമാണത്. കാരണം ഓരോ ആൾക്കാർക്കും അതിന് പറ്റിയ നേതാക്കന്മാരെയാണ് കൊടുക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ മഹാന്മാരുടെയൊക്കെ മഹത്വജനങ്ങളുണ്ട്. നിങ്ങൾക്ക് പറ്റിയ നേതാവ് ഇതാണെന്നാണ് നിങ്ങളോട് പറഞ്ഞത്. അതിനനുസരിച്ചുള്ള സ്വഭാവം നിങ്ങളിപ്പോ കാണിക്കുന്നുണ്ടല്ലോ. പിന്നെ നായിബിന് എന്ത് സംഭവിച്ചതിനാലാണ് നമ്മൾ അദ്ദേഹത്തെ ഇപ്പൊ തെരഞ്ഞെടുത്തു, പിന്നെ എന്ത് സംഭവിച്ചതിന്റെ പേരിലാണ് നമ്മൾ അദ്ദേഹത്തെ കൈ കഴിഞ്ഞത്? അതും പഠിക്കണല്ലോ. ഖുർആൻ പറഞ്ഞു, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉ സ്വലാത്ത വത്തബഹു ശഹവാത ഫസൗഫ യുൽഖൗന വയ്യ. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ എന്ന് പറഞ്ഞാൽ ചില ഖലീഫമാരെ കുറിച്ചാണ്. അതിന്റെ
ആ വാക്കിൽ തന്നെ ഉണ്ട്. അതിന്റെ പിന്നിൽ വരുന്ന, എന്റെ പിന്നിൽ വരുന്ന ചില ഖലീഫമാർ, ആ ഖലീഫമാർ എന്താണ്, അവര് അല്ലാഹു സ്വലാത്ത, നിസ്കാരത്തെ നഷ്ടപ്പെടുത്തി. ഇതിന് ഈ ഖലീഫമാർക്ക് തെളിവുണ്ട്. അതുകൊണ്ട് അവർക്ക് പിന്മാറാം. അല്ലാഹു സ്വലാത്ത വത്തബഉ ശഹവാത്ത, ശഹവത്തുകൾ പിൻപറ്റിയോ എന്ന് വാട്സപ്പ് യൂട്യൂബിൽ മുഴുവൻ എല്ലാവർക്കും കാണാലോ. രാജ്യം മൊത്തം കണ്ടതാണല്ലോ, അല്ലെങ്കിൽ ലോകം മുഴുവൻ കണ്ടതാണല്ലോ. ഇപ്പോഴും ഉണ്ടല്ലോ, യൂട്യൂബിൽ പോയാൽ കാണാം വത്തബഉ ശഹവാത്ത് എന്നുള്ളതിന്റെ തെളിവുകൾ. അദ്ദേഹം ശഹവത്തുകൾ പിൻപറ്റി നടന്നുണ്ട്. അല്ലാഹു സ്വലാത്ത വത്തബഉ ഫസൗഫ യുൽഖൗന വയ്യ, അവരെ അള്ളാഹു ആ പാത്യധികമായ പരാജയത്തിലേക്കും വ്യതിചലനത്തിലേക്കും കൊണ്ടുപോയിടുന്നവർ. അപ്പം ഇപ്പൊ വേറെ ചോദ്യം, അതിന്റെ ഒപ്പം ഇറങ്ങിയ ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് മഹാന്റെ ഖബറെടുത്തിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ടോ? കാരണം ഷെയ്ഖുനാന്റെ ഖബറെടുത്ത് പോകലാണല്ലോ, ആ മക്കാമിലേക്ക്, പരിശുദ്ധമാക്കപ്പെട്ട ഹദ്റത്തിലേക്ക് പോകലാണ് വലിയ വിഷയം എന്നുള്ള രീതിയിലാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 1975 വാടി 75 കാലഘട്ടത്തിൽ, കൃത്യമായ വർഷമല്ല, അൽക്കട്ട ഷെരീഫിൽ വെച്ച് ഖിലാഫത്ത് കിട്ടിയ മഹാനവർകൾ പിന്നീട് എത്ര കാലമായിരുന്നു ഈ വാടിയിലേക്ക് പോയിരുന്നത്, അവിടുത്തെ ഷെയ്ഖിന്റെ ഹദ്റത്തിലേക്ക് പോയിരുന്നത്? മദാർ ഷാ ബാബയുടെ, അവിടുത്തെ ഖലീഫായ, അവിടുത്തെ ഷെയ്ഖായ മദാർ ഷാ ബാബയുടെ ഹദ്റത്തിലേക്ക് പോയിരുന്നത്? കാരണം എന്തുകൊണ്ടാണ് വാടിയിലേക്ക് പോകാതിരുന്നത് എന്ന് ഷെയ്ഖുനെ പൊതു വേദിയിലും മറ്റൊക്കെ തന്നെ വിശദീകരിച്ചതാണ്. അതിലും സംശയമില്ല. എന്താ പറഞ്ഞത്? അവിടുത്തെ മകന്റെ കാര്യങ്ങളോ മറ്റു വിഷയങ്ങളോ അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പോയിരുന്നത്. പിന്നെ പിൽക്കാലത്ത് നമ്മളൊക്കെ 75 ശേഷം 2004 കാലഘട്ടത്തിലാണ് നമ്മൾ ഒരു തവണ അവിടെ പോകുന്നത്. ഷെയ്ഖുനായോടൊപ്പം തന്നെയാണ് പോകുന്നത്. പിന്നെ നമ്മൾ അവിടെ മകനോട് സംസാരിച്ച് സെറ്റാക്കി ഒരു തവണ കൂടി പോയി. അതിന്റെ ശേഷം പൂർണ്ണമായും ഷെയ്ഖുന അങ്ങോട്ട് 10 വർഷത്തോളം 10 വർഷത്തോളം പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. എന്തുകൊണ്ട് പോയില്ല? കൊല്ലം പോണ്ടേതല്ലേ. അതേപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിന് സമസ്തയുടെ വിമർശനങ്ങളും മറ്റ് പ്രശ്നങ്ങളൊക്കെ വരുന്ന ആ ഒരു കാലഘട്ടത്തിന് മുമ്പ് സാധാരണഗതിയിൽ മദാർ ഷാ ബാബന്റെ ഖബറിടങ്ങൾ പോകാനില്ല. കാരണം അവിടെയും അധികാരം ചെലുത്തിയിരുന്നത് ഹക്കിന്റെ അവകാശികളല്ലാത്തത് കൊണ്ടാണ്. ഇത് ഈ സിൽസിലയുള്ള മഹാന്മാരുടെ മുഴുവൻ ചരിത്രം ഇന്നത്തെ അവസ്ഥ എടുത്തു നോക്കിയാലും അവിടെ ഒന്നും ഭരണം നടത്തുന്നത് ഹക്കിന്റെ അഹ്ലുകാരല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിലനിർത്തുന്ന മദീനയിൽ നിങ്ങൾ തള്ളിപ്പറയുന്ന, എല്ലാവരും തള്ളിപ്പറയുന്ന സലഫികളല്ലേ ഭരിക്കുന്നത്. അതിന്റെ ശേഷം വന്ന സയ്യിദുന അലിയുൽ മുർത്തദ കറമല്ലാഹു വജ്ഹു മഹാനവർകളുടെ ഹദറത്തിൽ ഷിയാക്കളാണ് ഭരണം. അതേപോലെ സ്വാഭാവികമായിട്ടും അതിന്റെ തുടർച്ചയായിട്ട് വരുന്ന ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെയും ഖബറെടുത്തിന്റെ ആ പരിസരം ആരാണ് ഭരിക്കുന്നത്? പക്ഷേ ആ ഒരു പ്രശ്നകരമായ സാഹചര്യത്തിൽ നമ്മൾ പോകുന്നത് കൊണ്ട് പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. കാരണം ഏത് സമയത്തും ഏത് വീടിന്റെ അകത്തളത്തിൽ ഇരുന്ന് വിളിച്ചാലും, ഏത് കടലിന്റെ ആഴങ്ങൾക്കടിയിൽ ഇരുന്ന് വിളിച്ചാലും, ഏത് ആകാശലോകങ്ങളുടെ, ഇപ്പോ സുനിത വില്യംസ് ഒക്കെ കുടുങ്ങിയിട്ടുണ്ട്, അവിടെ ഇരുന്ന് വിളിച്ചാലും അവിടെ എത്താൻ കഴിയുന്ന, മറുപടി തരാൻ കഴിയുന്ന, മണിക്കൂറുകളോളം ഇരുന്ന് സംസാരിക്കാൻ കഴിയുന്ന ഖുതുബുസ്സമാൻ ഖദീറുല്ലാഹിയുടെ കരങ്ങളാണ് ഞങ്ങൾ പിടിച്ചിട്ടുള്ളത്. അത് നമ്മളുടെ അനുഭവമാണ്, ഇപ്പോഴും നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന, ജീവിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവമാണ്. പിന്നെ ഔസുൽ അദപാപ്പയുടെ ഹദറത്തിൽ അവിടെ ആരെ ഭരിക്കുന്നത്? ഈ പരിശുദ്ധമാക്കപ്പെട്ട തൗഹീദിന്റെ ഖുതുബുസ്സമാൻ ഖദീറുല്ലാഹി മഹാനവറുകൾ, ഖുതുബുൽ ഖദീറുല്ലാഹി മഹാനവറുകൾ കൊണ്ടുവന്ന ഈ തൗഹീദ് ഇല്ലാത്തവരാണ് അവിടെ ഭരിക്കുന്നത് എന്ന് ഖുതുബുസ്സമാൻ തന്നെ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ. അജ്മീർ ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി മഹാനവറുകളുടെ ഹദറത്തിൽ ഭരിക്കുന്നത് എന്തൊക്കെ തരക്കാരുണ്ട്. അതിൽ നിങ്ങളൊക്കെ പോയിരുന്നവർക്ക് ഈ പരിശുദ്ധമാക്കപ്പെട്ട തൗഹീദിന്റെ വഴി ഖുതുബുസ്സമാന്റെ സിൽസില പ്രകാരമോ മറ്റോ ലഭിച്ചവരാണ് എന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാൻ സാധിക്കുമോ? അതേപോലെ ഒരുപാട് ഈ സിൽസിലയുമായി ബന്ധപ്പെട്ട, ഈ സിൽസിലയുടെ പ്രാധാന്യമുള്ള ഒരുപാട് മശായിഖന്മാരൊക്കെ നിങ്ങൾ എടുത്തു നോക്കുക. വാടിയിൽ ആരാണ്? ഖുതുബുസ്സമാൻ അവസാനം പോകുന്ന സമയം വരെ അതിനെ പൂർണ്ണമായിട്ടും അംഗീകരിച്ചിരുന്നു. നമ്മൾ മദാർ ഷാ ബാബയുടെ പരിശുദ്ധമാക്കപ്പെട്ട ഹദറത്തിലേക്ക്, പൂനെയിലേക്ക് പോകുന്നത് വരെ, അവിടുത്തെ പോക്ക് തുടങ്ങുന്നത് ഈ 2000-ന് ശേഷമാണ്.
അക്കാലഘട്ടം വരെയുള്ള 25-25ലേറെ വർഷം, കാൽ നൂറ്റാണ്ട്, ആ കാൽ നൂറ്റാണ്ട് അവിടെ ആരെയും ഭരിച്ചിരുന്നത്? ഇപ്പോഴും അവിടെ ഭരിക്കുന്നത് അവിടുത്തെ മഹല്ല് കമ്മിറ്റിയാണ്. അവിടുത്തെ മഹല്ല് കമ്മിറ്റിക്കാണ് അധികാരം. പിന്നെ അവരോട് സംസാരിച്ച് രീതിയിലാണ്. എന്നാൽ നിങ്ങൾ ഈ ഷെയ്ഖിന്റെ ഹദ്റത്തിൽ വരാത്തതിന് തുള്ളുന്നവർ, എന്തുകൊണ്ട് ഷെയ്ഖിന്റെ ഹദ്റത്തിലേക്ക് ഷെയ്ഖുന പോയിരുന്നു? ഇപ്രാവശ്യം മുറൂസിന് അങ്ങോട്ട് പോയിട്ടില്ലല്ലോ. അപ്പം ഏതർത്ഥത്തിലാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മോട് എഴുന്നള്ളിക്കുന്നത്? പിന്നെ കറാമത്തിന്റെ കാര്യം, ആകെക്കൂടി പ്രസംഗത്തിൽ ടോട്ടല് ആകെ മൊത്തം എല്ലാവരുടെയും പ്രസംഗം എടുത്താൽ കുത്തുബുസമാന്റെ പേരിൽ പറഞ്ഞ ഈ അദ്ദേഹം അവകാശപ്പെടുന്ന നായിബ് എന്ന് അവകാശപ്പെടുന്ന ആളുടെ കറാമത്തുകൾ, അത് മുഴുവൻ രോഗം മാറിയതും അതുപോലെ മഴ പെയ്യാതിരുന്നതും ഇതൊക്കെ സാധാരണഗതിയിൽ ഞാനീ വഴിയിൽ ഈ പരിശുദ്ധമായ മാർഗത്തിൽ വരാൻ ഉള്ള സമയത്ത് ആദ്യം ഞാൻ പഠിച്ചിരുന്നത് ആൾദൈവങ്ങളുടെ തെളിച്ച മാസികയിലെ ഒരു പരമ്പര ചെയ്ത് കാണാം. ആൾദൈവങ്ങളുടെ കുറിച്ചുള്ള അത് പിന്നെ നമ്മളെ പുട്ടപർത്തിയിലെ ഇയാളെ കുറിച്ചും അതേപോലെ ഇവിടുത്തെ അമൃതപീഠത്തിലെ ആളെ കുറിച്ചും അങ്ങനെ ഒരുപാട് ആൾക്കാരെ കുറിച്ച് നമ്മൾ എഴുതി. ഇവരുടെയൊക്കെ ഗ്രന്ഥങ്ങളിലും അവരുടെയൊക്കെ പ്രഭാഷകരും അവകാശപ്പെടുന്നതിലല്ല നിങ്ങൾക്ക് എന്താണ് പ്രത്യേകിച്ച് അവകാശപ്പെടാനുള്ളത്? കറാമത്തിന്റെ പേരിൽ അവരവകാശപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം പോലും അവകാശപ്പെടാനില്ല ഈ പറഞ്ഞു വരുന്ന കറാമത്തുകളൊക്കെ. പിന്നെ ഇതിനൊക്കെ പിടുത്തം വെക്കുന്ന ഒരു വാദമാണ് നമ്മൾ ഇതിന്റെ ടൈറ്റിൽ കൊടുത്ത പോലെ നായിബ് വാദം. എന്താണ് ഈ നായിബ് വാദം? ആരെങ്കിലും ഇവിടെ ഏതെങ്കിലും മഹാന്മാര് ഞങ്ങളാണ് നായിബീങ്ങൾ, ഒരു കുത്തുബ പോകുമ്പോ കുത്തുബിന്റെ നായിബ് ഞാനാണെന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്? കുത്തുബുസമാൻ പോയാൽ പിന്നെ വരേണ്ടത് അടുത്ത കുത്തുബുസമാന വരണ്ടേ? ഒരു കുത്തുബുസമാൻ പോകുമ്പോ എന്റെ അടുത്ത കുത്തുബുസമാൻ. നിങ്ങൾ മൂപ്പരെ കുത്തുബുസമാനാണെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, കുത്തുബുസമാനാണെന്നല്ലല്ലോ പറയുന്നത്, നായിബ് കുത്തുബുസമാൻ. എന്ത് നായിബ് കുത്തുബുസമാൻ? ഈ നായിബ് എന്നുള്ളതിന് എന്ത് അടിസ്ഥാനമുള്ളത്? ഈ ദീനിൽ ഇത്തരത്തിലുള്ള എന്ത് നായിബാണുള്ളത്? കാരണം നമ്മൾക്ക് പറയാൻ പറ്റെങ്കിൽ, നിങ്ങൾ പറയാൻ പറ്റെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കുത്തുബാരാന്ന് പറയും, ഈ കാലഘട്ടത്തിന്റെ കുത്തുബാരാന്ന്. അത് പറയാൻ ചങ്കൂറ്റില്ലെങ്കിൽ വേറെന്തെങ്കിലും നായിബ് എന്നൊന്നും പറഞ്ഞിട്ട് പറഞ്ഞു നടന്നൊരു കാര്യമില്ല. കാരണം ഒരു വാപ്പ മരിച്ചാല് വീട്ടിലെ മൂത്ത പുത്രൻ തന്നെയാണ് കുടുംബനാഥ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനൊന്നും നമ്മക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതാണ് നമ്മളപ്പോ അംഗീകരിച്ചു തന്നിട്ടുള്ളത്. നമ്മൾ എന്തെങ്കിലും അംഗീകരിച്ചു തന്നിട്ടുണ്ട്. കാരണം എന്നാൽ ഈ സഹോദരങ്ങൾ, ഈ ബാപ്പ മരിക്കുമ്പോൾ മൂത്ത മകനായി വന്ന ആള് ബാപ്പാന്റെ സ്ഥാനത്താണെന്ന് പറയാം. ബാപ്പാകും, അയാൾ ബാപ്പാകും. അയാൾ മര്യാദക്ക് നിന്നില്ലെങ്കിൽ വീട്ടിലുള്ള സഹോദരങ്ങൾ ഇറങ്ങി ഒരു വേറെ വീട് പോയെടുത്ത് ഒരു വേറെ വീട്ടിൽ താമസാക്കും. അതല്ലാതെ അയാൾ ഇതിനെ ഭയങ്കരൊന്നും ബാപ്പാന്റെ അടുത്ത് നിൽക്കുന്ന പോലെയുള്ള ഉത്തരവാദിത്വമൊന്നുമില്ല. അവരെ അംഗീകരിക്കുന്നവരെ പറ്റുള്ളൂ. അപ്പം ഈ ഖലീഫമാര് ഖലീഫമാരെന്ന് പറഞ്ഞുകൊണ്ട് പലരും അവതരിപ്പിച്ചൊരുക്കുന്ന ഈ ലൊട്ടിലൊടുക്കൂസ് കറാമത്തുകൾ, ഈ ലൊട്ടിലൊടുക്കൂസ് കറാമത്തുകൾ കുറച്ച് ആൾക്കാർക്ക് ഇതും മതിയാകാതെ വന്നു. അപ്പം ഒരാൾ ഇറക്കിയിരിക്കുകയാണ് നെതർലൻഡ്സിലെ നീചമായ പാശ്ചാത്യൻ സംസ്കാരത്തിന്റെ ഒരു എല്ലാവിധ ദൗർബല്യങ്ങളും പേറുന്ന ഒരു അബ്ദുർ റൌസ് ഓന്റെ തെറി തന്നെ നമുക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. അതല്ല, അതിനൊന്നും മറുപടി പറയേണ്ട ആവശ്യമില്ല. തെറി പറയുന്നവന് മറുപടി പറയേണ്ടതാണ്. പക്ഷേ സദസ്സിൽ അല്ലെങ്കിൽ ഇത് കാണുന്ന നാട്ടുകാരും ഒക്കെ കുതുബുസ്സമാൻ എങ്ങനെ വിലയിരുത്തും, മഹാനവറുകൾ എങ്ങനെ വിലയിരുത്തും എന്ന് ഭയപ്പാട് കൊണ്ടാണ് നമ്മളതിന് നിൽക്കാത്തത്. മാത്രമല്ല വേറൊരു കാര്യമുണ്ട്. നമ്മളിപ്പോ ഈ തെറിയായി നായ അല്ലെങ്കിൽ പന്നി, കഴുത, കുരങ്ങ്, ഇങ്ങനൊക്കെ കുറെ ജീവികളുടെ പേരുണ്ട്. ഇതൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആ ജീവികൾ പോലും പ്രതിഷേധിക്കും നമ്മളോട്. ലോകം മുഴുവനുള്ള ആ ജീവികളുടെ വംശങ്ങൾ മുഴുവൻ നമുക്കെതിരെ തിരിയും. അത്രയും നീചന്മാരാണ്. പിന്നെ തമിഴിലെ ചില തിരുകേശങ്ങളൊക്കെ ഉണ്ട്. ആ പേര് വിളിച്ചാലോ അത് നമ്മളെ ശരീരവും പ്രതിഷേധിക്കും. അത്രത്തോളം മോശമായ വാക്കുകളാണ് അള്ളാഹുവിന്റെ മഹാന്മാരായ വ്യക്തിത്വങ്ങൾക്കെതിരെ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഈ നെതർലൻഡുകാരന്റെ ഒരു മരിച്ചുപോയ അളാപ്പുണ്ട്. അയാള് ദാറുദയിലെ ഇസ്ലാമിക് അക്കാദമിയിലെ കാലത്ത് അവിടുത്തെ ഒരു അധ്യാപകരാണ് ഞങ്ങളുടെ. അപ്പൊ ക്ലാസ്സിലൊരു കുട്ടി എന്തായിട്ട് വികൃതി കാണിച്ചു. ആ വികൃതി കാണിച്ചവനോട് ഇയാൾ പറഞ്ഞത് എന്താണ്? നിന്നെ അടിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. കാരണം മൂപ്പരടുത്ത് വടിയില്ലായിരുന്നു. അപ്പോ
അടിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതേപോലെ ഈ കക്ഷിനോട് പറയാനുള്ളത്, മൂപ്പർക്ക് നമ്മൾ നാട്ടുകാരെ എന്ത് ചെയ്യണ്ട, അറിയിക്കുന്ന രൂപത്തിൽ ഈ തെറി ഫിറ്റാക്കൊന്നും വേണ്ട. കാരണം മൂപ്പർക്ക് ഇംഗ്ലീഷ് തീരല്ലോ, നാട്ടുകാർക്ക് പിന്നെ നമുക്ക് ബസ്റ്റാർഡ്, ബ്ലഡി അസോൾ, ഗോ ടു ഹെൽ, സൺ ഓഫ് ബിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ കുറെ തെറിയുണ്ട്. ഇങ്ങനത്തെ ഒക്കെ തെറി വിളിച്ചതായിട്ട് നമ്മൾ പ്രഖ്യാപിക്കും, അല്ല നമ്മൾ വിളിച്ചിട്ടില്ല. അപ്പം ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മൾ ചെയ്ത്താനെന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാല് ഇവരൊക്കെ ചെയ്ത്താനെന്നോ അങ്ങനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ചെയ്ത്താന്മാര് കോടാനക്കോടില്ല സൈന്യമാണ്. ഓലൊക്കെ അവിടെ ഇറങ്ങി കാണണം, കാരണം ഞങ്ങളെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റൂല. അതുപോലെ ഇനി ഹനുമാന്, കുട്ടിച്ചാത്തൻ, ഇങ്ങനൊക്കെ കുറെ പേരുണ്ട്. ഈ പേരൊക്കെ വിളിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഇവിടുത്തെ ഹിന്ദുത്വവാദികൾ മുഴുവൻ ഇളകി നമ്മളെ പ്രതിഷേധമായിട്ട് വരും. അപ്പൊ അതിനും നമ്മൾ തൽക്കാലം നിൽക്കണില്ല, നമ്മളാ തെറിക്കും കാര്യങ്ങൾക്കും നമ്മൾ പോണില്ല. അപ്പം അതേമാതിരി അത് കഴിഞ്ഞപ്പോ ഒരാളുണ്ട് കുറെ രേഖകളൊക്കെ പിടിച്ചു വന്നിരിക്കും, കുറെ രേഖകൾ ഉയർത്തി കാട്ടിയിട്ട്. അയാൾ എന്താണ്, ആ രേഖകളോടൊന്നും പ്രതികരിക്കേണ്ട കാര്യമുള്ള രേഖകളൊന്നുമല്ല. കാരണം സിഫീൻ യുദ്ധത്തില് ഒരു കുന്തത്തില് മുസ്ഹഫിന്റെ പ്രതി ഉയർത്തി കാട്ടിക്കൊണ്ട് അമവി പാരമ്പര്യം പറയാൻ വേണ്ടി ഞങ്ങളുടെ മാർഗം പറഞ്ഞു വന്ന അലി റളിയല്ലാഹുവിനെതിരെ ഞങ്ങളുടെ മാർഗം ഈ മുസ്ഹഫിന്റെ മാർഗമാണ് എന്ന് പറഞ്ഞിരുന്നു മുസ്ഹഫ് വാദികളുടെ. അവരോട് അലി റളിയല്ലാഹു പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഖുർആനാണ് ഞങ്ങളുടെ രേഖ എന്ന ആ മുസ്ഹഫാണെന്ന് പറഞ്ഞപ്പോ അത് മരിച്ചിരിക്കുന്ന ഖുർആനല്ല, ഇതാ ജീവിച്ചിരിക്കുന്ന ഖുർആനാണ് എന്ന് പറഞ്ഞ ആ അലി റളിയല്ലാഹുവിന്റെ ദൗത്യമാണ് സുൽത്താൻ മുഹമ്മദ് ബാവ ഉസ്താദ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഓർക്കണം. പിന്നെ ഇങ്ങനെ നാട്ടിൽ കാണുന്ന കുറെ തെരുവ് ഗുണ്ടകള് പ്രസംഗിക്കാരും കാണും. അവർക്കും ഇത്തരത്തിൽ മന്ത്രവാദം നടത്തുന്ന മന്ത്രവാദികൾക്കും മറുപടി പറയേണ്ട കാര്യം നമുക്കില്ല. കാരണം ഗുണ്ടകൾക്ക് മറുപടി തുരുത്തിലെ ഈ പരിസരത്തുള്ള നമ്മുടെ ഈ പോയിന്റ് അക്കരെയുള്ള തുരുത്തിലെ ജനങ്ങളും പുറയാറിലെ ജനങ്ങളൊക്കെ പാടെ അങ്ങോട്ട് റാലി നടത്തിയപ്പോ ഗുണ്ടായുസത്തിന്റെ പരിമിതി എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ഇനി ഗുണ്ടായുസം കാണിച്ച് ആ ഗുണ്ടായുസം നമ്മൾ എടുത്തെടുക്കണം. അതുപോലെ തന്നെ ഇവരെ ചില മന്ത്രവാദങ്ങൾ, ആ മന്ത്രവാദം അതിന്റെ പ്രതിഫലം ഇതൊക്കെ മൂപ്പരെ ശരീരത്തിലും കുടുംബത്തിലും തന്നെ മൂപ്പര് കാണില്ലേ, ഇപ്പൊ നിരന്തരം കണ്ടുകൊണ്ടിരിക്കണ്ടല്ലോ. അതിനും മറുപടി മന്ത്രവാദം അങ്ങോട്ട് കൊടുക്കുമ്പോ തിരിച്ചു വരുന്നുണ്ടാവും. ആ തിരിച്ചു വരുന്നത് എടുത്താൽ മതി, അതല്ലാതെ അതിന് മറുപടി പറയേണ്ട കാര്യം നമുക്ക് ഇവിടെ ഇല്ല. പിന്നെ കുറെ അവസാനിപ്പിക്കുന്ന ആൾക്കാർക്ക് പറയാനുള്ളത് മഴ നിർത്താൻ പറ്റുന്നു. എന്നാൽ ഈ മഹാന്യദേഹത്തിന് ഇവിടെ ജിലാനി ശരീഫ് മുഴുവൻ മുങ്ങിപ്പോയ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നല്ലോ. മഴ നിർത്തിവെക്കാൻ പറ്റുമെങ്കിൽ ഇനിയും വെള്ളപ്പൊക്കം ഉണ്ടാവും. നിർത്തിവെച്ച് കാണിക്കും. അപ്പം ഈ പരിശുദ്ധമാക്കപ്പെട്ട തൗഹീദിന്റെ ആ ദൗത്യം ബൈഅത്തും അതിന്റെ സിൽസിലയും അതിന്റെ തൽക്കീനും അതിന്റെ ആത്മജ്ഞാനവും പകർന്നുകൊണ്ട് വളരെ ആ ദൗത്യം മാത്രം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ബഹുമാനപ്പെട്ട ഖുതുബ് സുൽത്താൻ മുഹമ്മദ് ബാവ ഉസ്താദ് മഹാനവറുകൾ ഈ ദൗത്യം നിർവഹിക്കുമ്പോൾ അതിനെതിരെ ഇത്തരത്തിലുള്ള നമ്മള് ഇവരോട് എന്തെങ്കിലും പറയാൻ പോയോ, ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ പെരെ കയറിയിട്ട് തെറി വിളിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ആലുവയിൽ തന്നെ ഈ പരിപാടി നടത്തണമെന്നും നമ്മൾ തീരുമാനിച്ചിരുന്നു. നമ്മുടെ സമയമായോ? ആയില്ലേ? അപ്പൊ നമുക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ ഇതിന്റെ പ്രതിരോധം, നമ്മുടെ മറുപടിയല്ല നമ്മുടെ പ്രതിരോധം. മറുപടി കൊണ്ടല്ല. നമ്മള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മഹാന്മാര് കാണിച്ച പോലെ, മഹത്തുക്കൾ കാണിച്ച പോലെ അവിടുത്തെ ആ മദ്ഹ് കൊണ്ടും നമ്മുടെ ശൈഖിന്റെ മദ്ഹ് കൊണ്ടും, ആ ശൈഖിന്റെ മദ്ഹ് ഓതല് നമുക്ക് ഫർളായ കാര്യമാണ്. അത് ഓതിക്കൊണ്ടും അതുകൊണ്ടുമാണ് നമ്മൾ ഇവർക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ മദ്ഹ് ആയിരുന്ന ഒരു ബെയ്ത്തും അവിടുത്തെ തവസ്സുലും ചെയ്തുകൊണ്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. സയ്യിദി സനദി സുൽത്താനുൽ ആരിഫീൻ ശൈഖുനൽ മുറബ്ബി ഇമാമുൽ മുത്തഖീൻ ഖിൽറുസ് സമാനി അഷ്റഫുൽ മകാനി ബാവുസ്താദ് ഹാദിൽ മുഹ്സിനീന സിറു ആലി മൗല ബാബുൽ ഇർഫാനി
مولانا سيد مولى العالمين مرشدنا ومأوى المساكين باب أستاذ صاحب الفرقان كنز الفقراء راحة العاشقين كامل الأكمل قاسم الفيضان حامل اللواء ولي الثقلين باب أستاذ أهل للقرآن سر قادر الله يوسف السلطان باب من بادشاه قادر اليمن أمر من أمر الله مدار الكونين باب أستاذ هو ثاني الاثنين ولد فاطمة أم العالمين والأجداد سيدنا الحسنين نور من نور الله حامل الآمن باب أستاذ سر من سر الآمن آمين قادري من محي الدين رفاعي من عماد الدين وجستي معين الدين باب أستاذ كمال الدين شهيدي بادشاه سلطان ابن لي جمل الليل أبا الحسن سند سيد علوي قطب الزمانين باب أستاذ صاحب البرهان مرادي يا رئيس للمحبوبين قدمي فهو مرشد للعالمين ختم الولاية غوث الثقلين باب أستاذ منبع العرفان سيدي سندي سلطان العارفين شيخنا المربي إمام المتقين سيدي سندي سلطان العارفين شيخنا المربي إمام المتقين اللهم صل على سيدنا محمد صاحب التاج والمعراج والبراق والألم دافع البلاء والوباء والقحط والمرض والألم اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم سيد العرب واللجنج اسمه مقدس معطر مطهر منبر في البيت والحرم شمس الضحى بدر الدجى صدر الللا نور الهدى كف الورى مصباح الظلم جميل الشيم شفيع الأمم صاحب الجود والكرم الله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين راحة للعاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين أبي القاسم سيدنا وحبيبنا محمد بن عبد الله نور من نور الله يا أيها المشتاقون بنور جماله وكماله وسلطانه صلوا عليه وسلموا تسليما السلام عليكم ورحمة الله. നന്ദി അർപ്പിക്കാനായി ഞാൻ നിയാസ് ഗസാലിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട ജലീൽക്ക, മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇന്ന് അൽഹംദുലില്ലാഹ് ഇന്ന് ഈ വിഷയങ്ങളിലൂടെ നമ്മൾ നോക്കുമ്പോൾ പൂവിൻ്റെ ആ ഒരു സ്വഭാവം കാണിക്കുന്നു. മറ്റുള്ള ആളുകൾക്ക്
വൃത്തികെട്ടതെന്ന് തോന്നുന്നത് അങ്ങനത്തെ വസ്തുക്കൾ അവയുടെ സ്വഭാവം കാണിക്കുന്നു. വളരെ ഗഹനമായി കൊണ്ട് തന്നെ, വിഷയത്തിൽ കൃത്യമായി കൊണ്ട് തന്നെ മഹാനവറുകൾ കൊണ്ടുവന്നതിനെയും മഹാനവറുകൾ കൊണ്ടുവന്ന വിഷയങ്ങളെയും എങ്ങനെയാണോ ലോകത്തിന് ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദ് ബാവുസ്താദ് എങ്ങനെയാണോ ലോകത്തിന് സമർപ്പിക്കുന്നത്, ലോകത്തിലേക്ക് ആ സന്ദേശം കൈമാറുന്നത് എത്ര സുന്ദരമായാണോ അത് നമ്മൾ അത്രയും സുന്ദരമായി കൊണ്ട് തന്നെ നിർവഹിക്കുക തന്നെ ചെയ്യും. ഷേഖുന നമുക്ക് കാണിച്ചു തന്നതെന്തോ അത് നമ്മൾ നിർവഹിക്കുക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാ ഈ വിഷയങ്ങളിലെല്ലാം ബോധ്യപ്പെടേണ്ടവർക്കെല്ലാം കൃത്യമായി തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ പരിപാടിയിൽ നന്ദി പറയുക എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ എന്നൊരു വാക്ക് ബഹുമാനപ്പെട്ട ആദരക്കനിയായ സയ്യിദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട പഞ്ചിത്തനിലേക്ക് സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ബദ്ർ ശുഹദാക്കളിലേക്ക് സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട കർബല ശുഹദാക്കളിലേക്ക് സമർപ്പിക്കുന്നു. ഷെയ്ഖുൽ മശായിഖ് സയ്യിദുന ഗൗസുൽ ആലം മുഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് അവർകളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ ഷെയ്ഖ് മശായിഖന്മാരിലേക്കും ബഹുമാനപ്പെട്ട സയ്യിദുന ഖദീറുല്ലാ ഇസ്മുൽ ആലം സൂഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ ബാബ ഷാ ഖാദിരി ചിശ്തി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദ് ബാവുസ്താദ് മദല്ലാഹു ലില്ലഹുൽ അലി അവകളിലേക്കും അൽഹംദുലില്ലാ എന്ന ഒരൊറ്റ ഈ തിരുനാമങ്ങളിൽ ഈ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.